രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നവരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരായുള്ള ബി.ജെ.പിയും അദ്ദേഹത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു ഓമന പേര് നൽകിയിട്ടുണ്ട്. അത് പപ്പു എന്നാണ്. അത് ഈ രാഹുൽ ഗാന്ധി മണ്ടത്തനങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ കോമാളിത്തനങ്ങൾ കണ്ടുമാണ് എല്ലാവരും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് ആ പേര് മാറ്റാനുള്ള വലിയ ശ്രമം നടന്നിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ പിന്നീട് പറയുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യത്തെ അദ്ദേഹം ചുമതലയേറ്റത് 2014 ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വെറും 44 സീറ്റും പിന്നീട് അത് 52 സീറ്റും മാത്രമായി ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിന്നും പാർട്ടിയെ 99 സീറ്റിലേക്ക് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പലയിടങ്ങളിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു. പിന്നീട് അദ്ദേഹം പക്വമായി പെരുമാറും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇനിയുള്ള വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവും എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകും. അത് തുടക്കം നാം കണ്ടിരുന്നു. തുടക്കം 1-2 മാസം, പിന്നീട് തുടർ പരാജയങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണോ പഴയ പപ്പു രാഹുൽ ഗാന്ധി അത് തന്നെ അദ്ദേഹം പിന്നീട് രൂപപ്പെടുന്നതാണ് കണ്ടത്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ അതോ പാകിസ്ഥാന്റെ വക്താവാണോ എന്ന രീതിയിലുള്ള സംശയം തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ജനിപ്പിക്കുന്ന രീതിയിലേക്കും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പോകുന്നത് നാം പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കൂ, പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാറില്ല. പങ്കെടുക്കുന്ന ആ പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ അദ്ദേഹം ജർമ്മനിയിലോ ജപ്പാനിലോ അതോടൊപ്പം തന്നെ അങ്ങ് പട്ടായ തെരുവുകളിലൂടെ നടക്കുന്നതായിരുന്നു സ്വാഭാവികമായി നാം പലതവണ കണ്ടിട്ടുള്ളത്. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ യാത്രയിലായിരുന്നു. അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ പാർലമെന്റ് സെക്ഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയും പങ്കെടുക്കുന്ന ആ സമയത്താണ് മറ്റൊരു വിവാദം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഈ വിവാദം കുറച്ചു അധികം തിരിച്ചടി കോൺഗ്രസിന് വരുത്തി വയ്ക്കും. ഇദ്ദേഹത്തിന്റെ പണ്ട് പറയുമല്ലോ, ചില്ലരുടെ തല കണ്ടതിനു ശേഷമാണ് ഈ കുടുംബവും കുലവും തുലഞ്ഞതെന്ന് നാം പണ്ട് പഴമക്കാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായി രാഹുൽ ഗാന്ധി മാറുന്നതാണ് ഈ കോൺഗ്രസിന്റെ, അത് മറ്റു വിമർശിക്കുന്നതല്ല, നാം കോൺഗ്രസിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. തുടർ പരാജയങ്ങൾ, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമോ അത് പരാജയപ്പെടാനുള്ള മത്സരമായിരിക്കും. 2014, 19, 24 തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് പോലും ഇത്രയും ദയനീയമായ പരാജയം ഉണ്ടായിട്ടില്ല. ആ രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റ് കവാടത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അതുവഴി പോകുന്ന പഴയ കോൺഗ്രസിന്റെ നേതാവ് വിട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിതാവ് പഞ്ചാബിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു, അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം അക്രമത്തിൽ കൊല്ലപ്പെട്ട ഒരു മുഖ്യമന്ത്രി കൂടിയാണ്, ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ അദ്ദേഹം ഈ വഴിയിൽ പാലത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു പയ്യനല്ല. നമ്മുടെ കവലകളിലെല്ലാം ഈ വഴിയെ പെൺകുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമെല്ലാം നടന്നു പോകുമ്പോൾ അവരെ കളിയാക്കുന്ന സാധാരണക്കാരനല്ല. ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവാണ് ഈ കവലയിൽ ഇരിക്കുന്ന ഒരു പയ്യന്റെ, ഒരു സാധാരണക്കാരന്റെ പെരുമാറ്റ രീതിയിൽ ഒരു കേന്ദ്രമന്ത്രിയോട് പെരുമാറുന്നത്. വഴിയെ പോയ ബിട്ടുവിനെ ചതിയനെന്ന് വിളിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറച്ചു നാളുകളായി കോൺഗ്രസുകാർ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു നടക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, സന്ദീപ് വാര്യർ. അദ്ദേഹം ചതിയനാണോ? അദ്ദേഹം ബി.ജെ.പിയെ ചതിച്ചിട്ട് പോയതായി രാഹുൽ ഗാന്ധി തുറന്നു പറയുമോ? ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയടിക്കുന്ന കെ.സി. വേണുഗോപാൽ പറയുമോ? രാഹുൽ ഗാന്ധിയുടെ ആരാധകനായ ഷാഫി പറമ്പിൽ പറയുമോ? രാഹുൽ ഗാന്ധിയുടെ പെട്ടിപിടിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് പറയുമോ? രാഹുൽ ഗാന്ധിയെ ദൈവമായി കാണുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമോ? അതോ സുധാകരൻ പറയുമോ?
അങ്ങനെ എത്ര എത്ര നേതാക്കൾ ഹൈബീഡൻ പറയുമോ? അവരെല്ലാം ഈ നേതാവിനെ ഉയർത്തിക്കൊണ്ട് നടക്കയില്ലേ? അത് രാഷ്ട്രീയ മാറ്റമാണ്, മതേതരത്വത്തിന്റെ വിജയമാണ്. അത്തരം ഒരു നീക്കം തന്നെയാണ് അവിടെ ഈ ബിട്ടു പാർട്ടി വിട്ടപ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കോൺഗ്രസിന്? ബിട്ടുവിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന് ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം, ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പാടില്ല, അതെല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനല്ലേ? 18 വയസ്സ് കഴിഞ്ഞ ഒരു പൗരനാണല്ലോ. ഈ രാഹുൽ ഗാന്ധി എന്തെല്ലാം മണ്ടത്തനങ്ങൾ കാണിക്കുന്നു. പക്ഷെ കൃത്യമായി തന്നെ ഇതിന് ഉത്തരം നൽകുവാൻ ബിട്ടുവിന് കഴിഞ്ഞിട്ടുണ്ട്. ബിട്ടു ഇദ്ദേഹത്തെ രാജ്യദ്രോഹി, രാജ്യത്തിന്റെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ്. പാകിസ്ഥാന്റെ വക്താവായി ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വായിലൂടെയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് പാകിസ്ഥാനും ചോദിക്കും, ഇങ്ങ് ഇന്ത്യയിൽ നിന്നും രാഹുൽ ഗാന്ധിയും ചോദിക്കും. അല്ലാതെ ഇന്ത്യക്കാർക്ക് അതിനെക്കുറിച്ച് വേവലാതിയില്ല. കാരണം സ്വയമായ മുറിവേറ്റാലും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന ചിന്തയാണ് ഇന്ത്യക്കാർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികർക്കും. അതുകൊണ്ട് അവർ കണക്ക് ചോദിക്കാൻ പോകാറില്ല. അങ്ങനെ കണക്ക് ചോദിക്കാൻ പോകുകയാണെങ്കിൽ അവർക്കറിയാം അവർ രാജ്യസ്നേഹികളല്ല. പെഹൽഗാമിലെ അന്ന് നഷ്ടപ്പെട്ട ആ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ സൈനികരും ഇന്ത്യയുടെ സാധാരണക്കാരും കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറായിരുന്നു. എന്ത് നഷ്ടം സഹിക്കാനും അന്ന് നമ്മുടെ ജനം തയ്യാറായിരുന്നു. ആ തയ്യാറായ ജനത്തെ അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതായിരുന്നല്ലോ അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ. എത്ര മോശമായ ഒരു പരാമർശങ്ങളായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ സൈനികരെ സംശയമാണ്. ഇദ്ദേഹത്തിന് പിന്നെ ആരെയാണ് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇറ്റലിയുടെ സൈനികരെയോ അതോ പാകിസ്ഥാന്റെ സൈനികരെയോ? അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിശ്വാസമില്ല, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ല, സുപ്രീം കോടതിയെ വിശ്വാസമില്ല, ഇന്ത്യയിലെ ജനങ്ങളെ വിശ്വാസമില്ല. ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്, അവരെ വിശ്വാസമില്ല. എന്തു പറഞ്ഞാലും വോട്ട് ചോരി എന്ന ആരോപണം മാത്രം. ഇദ്ദേഹത്തിന് വിശ്വാസമുള്ളത് ഇറ്റലിക്കാരിയെയും അതോടൊപ്പം തന്നെ ഇറ്റലിയിലെ ജനങ്ങളെയുമാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ തുടർച്ചയായി പരാജയപ്പെടുത്തുന്നത്. എന്തായാലും പഞ്ചാബിൽ ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. പഞ്ചാബിലെ ജനങ്ങൾ കോൺഗ്രസിനെ മടുത്തത് കൊണ്ടാണല്ലോ അവിടെ AAP അധികാരത്തിലേറ്റിയത്. ഒരു കാലത്ത് കോൺഗ്രസിന് വലിയ രീതിയിൽ അടിത്തറയുള്ള ഒരു മണ്ണായിരുന്നു പഞ്ചാബ്. ഇപ്പോൾ പൂർണ്ണമായി തന്നെ അവിടെ പാർട്ടി തിരിച്ചടിയുടെ വക്കിലാണ്. ആ പ്രദേശങ്ങളിലേക്ക് AAP കടന്നു കയറി അവർ അവരുടെ സംഘടനയെ വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരേന്ദർ സിംഗ് എന്ന് BJP പാളയത്തിലാണ്. അതോടൊപ്പം തന്നെ പല പ്രമുഖരായ നേതാക്കൾ, ബിട്ടുവും അങ്ങനെ ആയിരുന്നല്ലോ. ബിട്ടുവും ഒരു നാള് കോൺഗ്രസിന്റെ MP ആയിരുന്നു. അദ്ദേഹം ആ പാർട്ടിയിൽ മടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ തെറ്റായ നയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാണല്ലോ BJPയിൽ ചേർന്ന് മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുകയാണല്ലോ BJP ചെയ്തത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. BJP ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. BJP ഇതിൽ പറയുന്നത് സിഖ് സമുദായത്തെ തന്നെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകളാണ് നാം ആസാം പരിശോധിച്ചാലും മഹാരാഷ്ട്ര പരിശോധിച്ചാലും ഗുജറാത്ത് പരിശോധിച്ചാലും കോൺഗ്രസിന്റെ അടിത്തറ തകരാൻ കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തിയും പ്രസ്താവനകളുമാണെന്ന് ഇനിയെങ്കിലും ആ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഈ പപ്പുവിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനി ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ.